റഷ്യ-യുക്രൈൻ യുദ്ധം യൂറോപ്പിന്റെ സുരക്ഷാ രാഷ്ട്രീയത്തെ പൂർണ്ണമായും മാറ്റിമറിച്ചിരിക്കുകയാണ്. ആധുനിക യുദ്ധതന്ത്രങ്ങളുടെയും സൈനിക കരുത്തിന്റെയും അച്ചുതണ്ടായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മാറുമ്പോൾ, യൂറോപ്പിനുമേലുള്ള റഷ്യയുടെ സ്വാധീനവും സൈനിക നീക്കങ്ങളും മുൻപെന്നത്തേക്കാളും ശക്തമാണ്. പാശ്ചാത്യ രാജ്യങ്ങളുടെ സകല പ്രതിരോധ കോട്ടകളെയും വെല്ലുവിളിച്ചുകൊണ്ട് പുടിന്റെ സൈനികവ്യൂഹം യൂറോപ്പിലേക്ക് കൂടുതൽ വ്യാപിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന ഭീതിജനകമായ മുന്നറിയിപ്പുകളാണ് ഇപ്പോൾ ഉയരുന്നത്. എന്നാൽ ലോകത്തെ മുഴുവൻ അമ്പരപ്പിച്ചുകൊണ്ട് അന്താരാഷ്ട്രതലത്തിൽ വലിയൊരു ചർച്ചയ്ക്ക് വഴി തുറന്നിരിക്കുകയാണ് അമേരിക്കയുടെ പുതിയ സൈനിക തീരുമാനം. റഷ്യയുടെ ഈ അജയ്യമായ മുന്നേറ്റത്തിനു മുന്നിൽ പ്രതിരോധം തീർക്കേണ്ടതിനു പകരം അമേരിക്കൻ പ്രതിരോധ വകുപ്പ് യൂറോപ്പിലെ തങ്ങളുടെ സൈനിക സാന്നിധ്യം ഗണ്യമായി കുറയ്ക്കുന്ന നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നു. യുക്രൈനിൽ റഷ്യ പൂർണ്ണതോതിലുള്ള അധിനിവേശം ആരംഭിച്ചതിനു ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയിലേക്കാണ് ഇപ്പോൾ അമേരിക്കയുടെ യൂറോപ്യൻ സൈനിക വിന്യാസം കൂപ്പുകുത്തിയിരിക്കുന്നത്. റഷ്യയുടെ കരുത്തുകണ്ട് ഭയന്നുള്ളൊരു പിന്മാറ്റമാണോ ഇത്, അതോ പുടിന്റെ അടുത്ത നീക്കത്തെ നേരിടാൻ അമേരിക്കയെ ഒരുക്കുന്ന വിനാശകരമായ മറ്റെന്തെങ്കിലും തന്ത്രമാണോ? ലോകരാജ്യങ്ങളെ മുൾമുനയിൽ നിർത്തുന്ന ആ രഹസ്യം നമുക്ക് പരിശോധിക്കാം. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് പുറത്തിറക്കിയ പ്രസ്താവന പ്രകാരം യൂറോപ്പിൽ വിന്യസിച്ചിരുന്ന ബ്രിഗേഡ് കോംബാറ്റ് ടീമുകളുടെ എണ്ണം 4-ൽ നിന്ന് 3-ആയി കുറച്ചിരിക്കുകയാണ്. ഏകദേശം 4000 സൈനികളെ ഉൾക്കൊള്ളുന്ന, സ്വതന്ത്രമായി യുദ്ധം നടത്താൻ കഴിയുന്ന സൈനിക ഘടനകളാണ് ബ്രിഗേഡ് കോംബാറ്റ് ടീമുകൾ. അതിനാൽ ഒരു BCT പിൻവലിക്കുന്നത് വെറും സൈനിക സംഖ്യ കുറയുന്നതല്ല, യുദ്ധസജ്ജത, പ്രതിരോധ പ്രതികരണം, അതിവേഗ സൈനിക വിന്യാസം തുടങ്ങിയ മേഖലകളിൽ അമേരിക്കയുടെ സാന്നിധ്യം കുറയുന്നതിന്റെ പ്രതീകമായാണ് ഇതിനെ കാണുന്നത്. ഈ തീരുമാനം പ്രഖ്യാപിക്കപ്പെട്ട സമയം തന്നെയാണ് ഏറ്റവും കൂടുതൽ ആശങ്ക ഉയർത്തുന്നത്. കാരണം റഷ്യ ഉക്രൈനിൽ യുദ്ധം അവസാനിപ്പിച്ചാലും അതിന്റെ അടുത്ത ലക്ഷ്യം ബാൾട്ടിക് രാജ്യങ്ങളാകാമെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ അടുത്തിടെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എസ്റ്റോണിയ, ലാറ്റ്വിയ, ലിത്വേനിയ എന്നീ ബാൾട്ടിക് രാജ്യങ്ങൾക്കെതിരെ റഷ്യ ഇതിനകം തന്നെ ഹൈബ്രിഡ് വാർഫെയർ അഥവാ സങ്കരയുദ്ധം ആരംഭിച്ചിട്ടുണ്ടെന്ന ആരോപണങ്ങളും ശക്തമാണ്. സൈബർ ആക്രമണങ്ങൾ, തെറ്റായ വിവരപ്രചാരണങ്ങൾ, രാഷ്ട്രീയ ഇടപെടലുകൾ, അതിർത്തി സമ്മർദ്ദങ്ങൾ എന്നിവയിലൂടെ റഷ്യ യൂറോപ്യൻ സുരക്ഷയെ വെല്ലുവിളിക്കുകയാണെന്ന വിലയിരുത്തലുകളാണ് പാശ്ചാത്യ ലോകത്ത് ഉയരുന്നത്. ഇത്തരം സാഹചര്യത്തിലാണ് അമേരിക്ക ജർമ്മനിയിൽ നിന്ന് ഏകദേശം 5000 സൈനികരെ പിൻവലിക്കുകയും യൂറോപ്പിലേക്ക് അധികമായി 4000 സൈനികരെ വിന്യസിക്കാനുള്ള പദ്ധതി റദ്ദു ചെയ്യുകയും ചെയ്തത്. മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഭരണകൂടം യൂറോപ്പിലെ സൈനികശക്തി വർദ്ധിപ്പിക്കുന്ന നയം സ്വീകരിച്ചിരുന്നുവെങ്കിൽ, ഇപ്പോഴത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതിന്റെ വിപരീത ദിശയിലേക്കാണ് നീങ്ങുന്നതെന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ. അമേരിക്കയുടെ ഈ നീക്കം വെറും സൈനിക പുനർസംഘടനയല്ല, വലിയൊരു രാഷ്ട്രീയ സന്ദേശവുമാണെന്നാണ് വിശകലനം. ട്രംപ് തന്റെ അമേരിക്ക ഫസ്റ്റ് നയത്തിന്റെ ഭാഗമായി യൂറോപ്യൻ സുരക്ഷയുടെ ഭാരം ഇനി അമേരിക്ക ഒറ്റയ്ക്ക് വഹിക്കില്ലെന്ന് ആവർത്തിച്ചു വ്യക്തമാക്കിയിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾ സ്വന്തം പ്രതിരോധത്തിനായി കൂടുതൽ ചിലവഴിക്കണമെന്നും നാറ്റോ സഖ്യത്തിൽ കൂടുതൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നും അദ്ദേഹം സ്ഥിരമായി ആവശ്യപ്പെടുന്നു. ഈ പശ്ചാത്തലത്തിലാണ് അമേരിക്കൻ പ്രതിരോധ വകുപ്പ് യൂറോപ്പിന്റെ പാരമ്പര്യ പ്രതിരോധത്തിന്റെ പ്രാഥമിക ഉത്തരവാദിത്വം യൂറോപ്യൻ സഖ്യകാളികൾ ഏറ്റെടുക്കണമെന്ന് തുറന്നു പറഞ്ഞത്. അതേസമയം യൂറോപ്പിൽ അമേരിക്കൻ സാന്നിധ്യം കുറയുന്നത് റഷ്യയ്ക്ക് തന്ത്രപരമായ നേട്ടമായി മാറുമോ എന്ന ആശങ്കയും ശക്തമാണ്. പ്രത്യേകിച്ച് പോളണ്ട്, ഫിൻലൻഡ്, ബാൾട്ടിക് രാജ്യങ്ങൾ തുടങ്ങിയ റഷ്യൻ അതിർത്തിയോട് ചേർന്ന രാജ്യങ്ങൾ അമേരിക്കൻ സൈനിക സാന്നിധ്യത്തെ തങ്ങളുടെ സുരക്ഷയുടെ പ്രധാന ഘടകമായി കാണുന്നു. അതിനാൽ അമേരിക്ക പിൻവാങ്ങുന്നു എന്ന തോന്നൽ യൂറോപ്യൻ സുരക്ഷാ മനോഭാവത്തെ തന്നെ ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ട്രംപിന്റെ റഷ്യയോടുള്ള സമീപനവും ഇതോടൊപ്പം വലിയ വിവാദങ്ങൾക്കിടയാക്കുന്നുണ്ട്. യൂറോപ്പിലെ പല നേതാക്കളും ട്രംപ് പുടിനോട് കൂടുതൽ സൗഹൃദപരമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് ആരോപിക്കുന്നു. റഷ്യയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നതിനൊപ്പം യൂറോപ്യൻ സഖ്യകാളികൾക്കെതിരെ അദ്ദേഹം ശക്തമായ രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തുന്നതായും വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു. യൂറോപ്പിലെ ചില ഭരണകൂടങ്ങളെ വിമർശിച്ചും അവരുടെ നയങ്ങളെ തുറന്നെതിർത്തുമുള്ള ട്രംപിന്റെ സമീപനം നാറ്റോ സഖ്യത്തിന്റെ ഐക്യത്തെ തന്നെ ബാധിക്കുന്നുവെന്ന ആശങ്കയും ഉയരുന്നുണ്ട്. ഇതിനിടെ യൂറോപ്യൻ യൂണിയൻ സ്വന്തം സൈനികശക്തി ശക്തിപ്പെടുത്താനുള്ള വലിയ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ സുരക്ഷാ ഉറപ്പുകളിൽ മാത്രം ആശ്രയിക്കുന്നത് അപകടകരമാണെന്ന തിരിച്ചറിവാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ശക്തമാകുന്നത്. റഷ്യൻ ഭീഷണിയും അമേരിക്കയുടെ അനിശ്ചിത നയങ്ങളും ചേർന്നാണ് യൂറോപ്പിനെ പുതിയ സുരക്ഷാ തന്ത്രങ്ങളിലേക്ക് തള്ളിവിടുന്നത്. അതിനാൽ തന്നെ യൂറോപ്യൻ യൂണിയൻ പ്രതിരോധ ചെലവ് വർദ്ധിപ്പിക്കാനും സംയുക്ത ആയുധനിർമ്മാണ പദ്ധതികൾ വികസിപ്പിക്കാനും സൈനിക ഏകോപനം ശക്തിപ്പെടുത്താനുമുള്ള നടപടികൾ വേഗത്തിലാക്കുകയാണ്. എന്നാൽ യൂറോപ്യൻ നേതാക്കൾ ആവർത്തിച്ചു വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്: ഈ നീക്കങ്ങൾ നാറ്റോയെ മാറ്റിരക്ഷിക്കാനുള്ളതല്ല, മറിച്ച് നാറ്റോയുടെ യൂറോപ്യൻ തൂണിനെ കൂടുതൽ ശക്തിപ്പെടുത്താനാണ് ശ്രമമെന്നാണ് അവരുടെ വിശദീകരണം.
എന്നിരുന്നാലും അമേരിക്കൻ സൈനിക സാന്നിധ്യം കുറയുകയും യൂറോപ്പ് സ്വന്തം സുരക്ഷയ്ക്ക് കൂടുതൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്യുന്ന പ്രവണത തുടർന്നാൽ ഭാവിയിൽ നാറ്റോയുടെ സ്വഭാവത്തിലും ശക്തി സമവാക്യങ്ങളിലും വലിയ മാറ്റങ്ങൾ സംഭവിക്കാമെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇതോടൊപ്പം ട്രംപ് റദ്ദാക്കിയ മറ്റൊരു പ്രധാന നീക്കം യൂറോപ്പിൽ മിസൈൽ ഘടിപ്പിച്ച പീരങ്കി യൂണിറ്റ് വിന്യസിക്കാനുള്ള ബൈഡൻ ഭരണകൂടത്തിന്റെ പദ്ധതിയായിരുന്നു. കൂടാതെ വിദേശ സ്വാധീനവും സൈബർ പ്രവർത്തനങ്ങളും നേരിടുന്നതിനായി പ്രവർത്തിച്ചിരുന്ന ചില അമേരിക്കൻ സർക്കാർ ഏജൻസികളും പരിപാടികളും അടച്ചുപൂട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ചേർന്ന് നോക്കുമ്പോൾ അമേരിക്കയുടെ സുരക്ഷാ മുൻഗണനകൾ യൂറോപ്പിൽ നിന്ന് ക്രമേണ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന വിലയിരുത്തലും ശക്തമാകുന്നു. അവസാനമായി നോക്കുമ്പോൾ യൂറോപ്പിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യം കുറയുന്നത് വെറും സൈനിക പുനർസംഘടനയല്ല, അത് രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം രൂപം കൊണ്ട ട്രാൻസ് അറ്റ്ലാന്റിക് സുരക്ഷാക്രമത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള വലിയ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. ഒരു ഭാഗത്ത് റഷ്യൻ ഭീഷണി വർദ്ധിക്കുമ്പോൾ മറുഭാഗത്ത് അമേരിക്കയുടെ സുരക്ഷാ പ്രതിബദ്ധതകളിൽ അനിശ്ചിതത്വം വളരുന്നു. ഈ രണ്ട് ഘടകങ്ങളും ചേർന്ന് യൂറോപ്പിനെ പുതിയ സുരക്ഷായുഗത്തിലേക്ക് തള്ളിവിടുകയാണ്.